പ്രവർത്തകന്മാരുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് അതിലേക്ക് വഴിയൊരുക്കിയത്. കഴിഞ്ഞ തവണത്തെക്കാളും പിരായിരി പഞ്ചായത്തിലും പാലക്കാട് നഗരസഭയിലും സീറ്റുകൾ മെച്ചപ്പെടുത്താനും ബ്ലോക്ക് സീറ്റിൽ ഭൂരിപക്ഷം ഗംഭീരമായി കൂട്ടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ചാരിതാർത്ഥ്യജനകമായ കാര്യമാണ്. എങ്ങനെയാണ് ഇപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJP ആണ് നിലവിൽ ഭരിക്കുന്നത്. അവരെ താഴെ ഇറക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്ന ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. CPM അതിനെ ഒരു അർദ്ധസമ്മതം മൂടിയത് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട്? തീർച്ചയായും മുസ്ലിം ലീഗിൻ്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് പാലക്കാട് നഗരസഭയിൽ നിന്ന് BJPയെ താഴെ ഇറക്കുക എന്ന് തന്നെയാണ്. ഞങ്ങൾ ആദ്യമേ പാലക്കാട് നഗരസഭയ്ക്കകത്ത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതിലൂടെ തന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പാലക്കാട് നഗരസഭയിൽ BJPയുടെ അഴിമതി ഭരണത്തെ തുടച്ചു നീക്കുക എന്നാണ് ലക്ഷ്യമുണ്ടായിരുന്നത്. അത് തീർച്ചയായും നടന്നിട്ടുണ്ട്. ഇത്തവണ പാലക്കാട് നഗരസഭയിൽ നിന്ന് BJPയെ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവരും ഒത്തുപിടിച്ചുകൊണ്ട് ഭരണം കൊണ്ടുവരാനാണ് മുസ്ലിം ലീഗിൻ്റെ തീരുമാനം. ഞങ്ങളുടെ ജില്ലാ നേതൃത്വത്തിന് ഇതേക്കുറിച്ച് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നല്ലൊരു മറുപടി തന്നെയായിരിക്കും ജില്ലാ നേതൃത്വത്തിൽ സംസ്ഥാന നേതൃത്വത്തിൽ ഞങ്ങൾക്ക് കിട്ടുക. തീർച്ചയായും പാലക്കാട് നഗരസഭയിൽ നിന്ന് BJPയെ മാറ്റി നിർത്തുക തന്നെ ചെയ്യും. അതിനൊപ്പം തന്നെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ പിരായിരി പഞ്ചായത്തിലും പാലക്കാട് നഗരസഭയിലും മുസ്ലിം ലീഗിന് കിട്ടിയ വമ്പൻ വിജയത്തിന് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ പിരായിരി പഞ്ചായത്തിലും പാലക്കാട് നഗരസഭയിലും ജനങ്ങളോട് നന്ദിയും കൂടി മുസ്ലിം ലീഗ് ഇതിലൂടെ അറിയിക്കുകയാണ്. പല വ്യക്തികളും സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരികയും മുസ്ലിം ലീഗിനെ തകർക്കാൻ ശ്രമിച്ചപ്പോഴും വെൽഫെയർ പാർട്ടിയെ കൂട്ടുപിടിച്ചുകൊണ്ടും നടത്തിയിട്ടുണ്ട്. എന്നാൽ വെൽഫെയർ പാർട്ടിയിൽ നിന്നും മുസ്ലിം ലീഗ് സീറ്റ് തിരിച്ചുപിടിക്കുകയും അതേപോലെ തന്നെ പൂളക്കാട് പ്രദേശത്ത് CPMൽ നിന്ന് മുസ്ലിം ലീഗ് വാർഡ് തിരിച്ചുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 4 നിന്ന് പാലക്കാട് നഗരസഭയിൽ 5 സീറ്റായി വർദ്ധിപ്പിക്കുകയും അതേപോലെ തന്നെ പിരായിരി പഞ്ചായത്തിൽ 4 സീറ്റിൽ നിന്ന് 6 സീറ്റായി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ മുസ്ലിം ലീഗിൻ്റെ വിജയത്തിലെത്തിച്ച എല്ലാ ജനങ്ങളോടും പാലക്കാട് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി നന്ദിയും കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അടുത്ത ലക്ഷ്യം ഞങ്ങൾ തീർച്ചയായും BJPയെ താഴെ ഇറക്കുക തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും.